ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു എഗ് ബുർജി തെറ്റിപ്പോയി ഗൈസ്, പനീർ ബുർജി ഉണ്ടാക്കിയാലോ. നമുക്ക് എപ്പോഴും എഗ് ബുർജി ഉണ്ടാക്കി തിന്നുന്ന അതിൻ്റെ പേര് മാത്രമേ വായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു പനീർ ബുർജി ഉണ്ടാക്കിയാലോ. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്തടുത്ത തവണ ഉണ്ടാക്കി നോക്കിക്കോളും. ഇത് നമുക്ക് ആദ്യം പനീർ കുഞ്ഞു കുഞ്ഞു സ്ലൈസ് ആക്കിയിട്ട് അതിനകത്തോട്ട് തൈരും പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഗരം മസാലയുടെ പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇടാൻ മറന്നുപോലെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് സവാളയും ക്യാപ്സിക്കവും കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇടണം. പിന്നെ കൂട്ടത്തിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. പണ്ടൊന്നും നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല. ഈ പനീർ സാധനം തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നതും കഴിക്കുന്നതും. ഞങ്ങളുടെ വീട്ടിൽ ഈ പനീറൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ. കാര്യം അന്ന് ഞങ്ങൾക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒത്തിരി വലുതായതിന് ശേഷമല്ലേ നമ്മളിതൊക്കെ കഴിക്കാനും പുറത്ത് പോയി ഇത്രയും ഫുഡുകൾ കഴിക്കാനും ഒക്കെ തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞങ്ങളങ്ങനെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ എന്തെങ്കിലും എയർപോർട്ടിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ ആരാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തത്? എല്ലാ വീട്ടിലും ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിപ്പൊക്കെ എനിക്കൊന്ന് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് എല്ലാവരും ഇത്രയും ചേഞ്ച് ആയത്, ലൈഫ് സ്റ്റൈലൊക്കെ അല്ലേ. അല്ലാതെ എല്ലാവരും നല്ല വീട്ടിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആഫ്റ്റർ കൊറോണ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇത്രയും വലുതായി. അങ്ങനെ ഫുഡ് വ്ളോഗ്സൊക്കെ ആയി. അങ്ങനെ എല്ലാ കടകളിലും എന്തൊക്കെ കിട്ടുമെന്ന് അറിയാൻ തുടങ്ങി. പിന്നെ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കടകളൊക്കെ അന്വേഷിച്ച് പോകാൻ തുടങ്ങിയില്ലേ. പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ എത്താൻ തുടങ്ങി. പണ്ട് നമുക്ക് ചിക്കൻ വാങ്ങിച്ചാൽ ചിക്കൻ കറി, അല്ലെ ചിക്കൻ ഫ്രൈ, അല്ലെ ചിക്കൻ വറുത്തരച്ച കറി, ഇത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ബീഫും അങ്ങനെ തന്നെ. ഇന്ന് ആ ചിക്കൻ വെച്ച് എന്തൊക്കെ സാധനം ഉണ്ടാക്കാവോ, ഒരു 100+ ഐറ്റംസ് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ. അത്രയും നമ്മുടെ ഇൻ്റർനെറ്റ് യുഗം വളർന്നിരിക്കുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു നോക്കിയാൽ മതി, അന്നേരം നമുക്ക് കിട്ടും എല്ലാം.